പ്രത്യേകിച്ച് പറയാൻ വേണ്ട, നല്ല ഇമോഷൻ കാണിച്ചിരുന്ന പടം. അപ്പം അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് ഫീൽ ആവും, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ആവും. എന്തായാലും എക്സ്ട്രാ ഓർഡിനറി മൂവി, ഇന്റർനാഷണൽ ലെവലിൽ പടം. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് ഉറപ്പാണ്. അത്ഭുതപ്പെടുത്തി കളഞ്ഞ് മൊത്തത്തിൽ അതിഗംഭീര എക്സ്ട്രാ ഓർഡിനറി മൂവി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോൾ ഫിലിം കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് പുള്ളി അഭിനയിച്ച് വെച്ചേക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ മൊത്തം വരുന്ന ആൾക്കാരുടെ ഒപ്പം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റോറിയിലോട്ട് അങ്ങ് ഇറങ്ങി ചെല്ലാണ്, ഒരു രക്ഷയില്ല. അടിപൊളി മൂവിയോ. ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിന് ഒരു നാഷണൽ അവാർഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ അൺഫെയർ ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ നീ തന്നെയാണ് സഹോ, നീ പൊരിക്കണോ? സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും. ഞാൻ അതേ കാര്യങ്ങളാണ് അപ്പൊ ഈ പൃഥ്വിരാജ് കാണിച്ചത്.